ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കേരളത്തിന്റെ പ്രധാന ശ്രദ്ധ റെയിൽ മേഖലയിലെ വികസന സാധ്യതകളിലേക്കാണ്. പ്രത്യേകിച്ച് ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽപാത പദ്ധതിക്ക് ബജറ്റിൽ പ്രത്യേക നീക്കിയിരിപ്പ് ഉണ്ടാകുമോ എന്നതാണ് സംസ്ഥാനം ഒട്ടാകെ ഉറ്റുനോക്കുന്നത്. റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പദ്ധതി സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചതായി ശ്രീധരൻ തന്നെ അറിയിച്ചിരുന്നു. ഇതോടൊപ്പം കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് ധനമന്ത്രി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമോ എന്നതും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയും ശക്തമാണ്. മുൻ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളും പ്രത്യേക പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നത് ഈ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നു. ഈ പശ്ചാത്തലത്തിൽ അതിവേഗ റെയിൽ പദ്ധതിക്ക് അനുമതി ലഭിക്കുകയും ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തപ്പെടുകയും ചെയ്യുമെന്നാണ് യാത്രക്കാരും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത്. അതേസമയം അതിവേഗ റെയിൽ പദ്ധതിക്ക് പുറമെ കേരളത്തിലെ 2 പ്രധാന റെയിൽ പദ്ധതികളായ അങ്കമാലി എരുമേലി ശബരി പാതയും ഗുരുവായൂർ തിരുനാവായ പാതയും മരവിപ്പിച്ച നടപടി റെയിൽവേ ബോർഡ് റദ്ദാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തിന് ആശ്വാസകരമായ തീരുമാനമാണ്. ഈ 2 പദ്ധതികളും മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് ദക്ഷിണ റെയിൽവേ നേരത്തെ തന്നെ ശുപാർശ ചെയ്തിരുന്നു. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് റെയിൽവേ ബോർഡിന്റെ ഈ നിർണായക തീരുമാനം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശബരി റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നതിനായി പദ്ധതിയുടെ മുഴുവൻ വിശദാംശങ്ങളും സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്നും റെയിൽവേ ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ 2 പദ്ധതികൾക്കുമായി കേന്ദ്ര ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിരുന്നു എങ്കിലും പദ്ധതികൾ ഔദ്യോഗികമായി മരവിപ്പിച്ച നിലയിലായിരുന്നതിനാൽ അനുവദിച്ച തുക വിനിയോഗിക്കാൻ സാധിച്ചിരുന്നില്ല. നിലവിലെ തീരുമാനം മൂലം ആ തടസ്സം നീങ്ങുകയും ഫണ്ട് പ്രയോജനപ്പെടുത്തുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനും വഴിയൊരുങ്ങുകയും ചെയ്യും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച വേഗത്തിൽ പുരോഗമിക്കാതിരുന്നതിനാലാണ് 2019 ഈ 2 റെയിൽ പദ്ധതികളും റെയിൽവേ ഔദ്യോഗികമായി മരവിപ്പിച്ചത്. ശബരി പദ്ധതിക്കായി പ്രതിവർഷം ഏകദേശം 100 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത്. പുതിയ സാഹചര്യത്തിൽ ഈ തുക ഫലപ്രദമായി വിനിയോഗിക്കാനും പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതോടൊപ്പം ഈ വർഷവും കേന്ദ്ര ബജറ്റിൽ ഗതാഗത മേഖലയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുമെന്നാണ് പൊതുവായ പ്രതീക്ഷ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന എഞ്ചിനായി ഗതാഗതവും ലോജിസ്റ്റിക്സും കേന്ദ്ര സർക്കാർ കാണുന്നതിന്റെ ഭാഗമായാണ് ഈ മേഖലയിൽ തുടർച്ചയായി വലിയ നിക്ഷേപങ്ങൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് നിർണായക പങ്കാണ് ഉള്ളത്. ദൂരദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ചരക്ക് ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കാനും പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗം ഒരുക്കാനും റെയിൽവേക്ക് കഴിയുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായി റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര ബജറ്റുകളിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിലും വേഗത, കാര്യക്ഷമത, സ്വകാര്യ പങ്കാളിത്തം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വെല്ലുവിളികളെ മറികടന്ന് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.